കേരളത്തിൽ കാലാവസ്ഥ അത്തരമൊരു രൗദ്രരൂപം കൈക്കൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും ആളുകൾ ആകാശത്തേക്ക് നോക്കി ഈ മഴ എപ്പോഴാണ് അവസാനിക്കുക എന്ന് ചിന്തിക്കുകയാണ്. മേഘങ്ങളുടെ തുടർച്ചയായി വർദ്ധിച്ചുവരുന്ന സജീവതയും മൺസൂണിന്റെ ശക്തമായ പിടിയും സംസ്ഥാനത്തെ കാലാവസ്ഥയുടെ പൂർണ്ണ സ്വഭാവം മാറ്റിമറിച്ചു. ഇന്നും വരാനിരിക്കുന്ന ഒന്നോ രണ്ടോ ദിവസങ്ങളിലും പല ജില്ലകളിലും സ്ഥിതിഗതികൾ ഇനിയും വെല്ലുവിളി നിറഞ്ഞതാകാം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കും ചിലയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് പല ജില്ലകളിലും റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്നിവ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഈ 3 ജില്ലകളിലും റെഡ് അലേർട്ട് നിലവിലുണ്ട്. ഇവിടെ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ ശക്തമായ മഴയും 12 മുതൽ 20 സെന്റിമീറ്റർ വരെ അതിശക്തമായ മഴയും ചിലയിടങ്ങളിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ അതിതീവ്ര മഴയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കുന്നു. ഇതുകൊണ്ടാണ് ഭരണകൂടം ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിരന്തരം അഭ്യർത്ഥിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, ചെറിയ നദികളിലും തോടുകളിലും കുത്തൊഴുക്ക്, മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളും കാലാവസ്ഥയെക്കുറിച്ചുള്ള ഇത്തരം വലുതും കൃത്യവുമായ അപ്ഡേറ്റുകൾ നിരന്തരം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കാലാവസ്ഥയുടെ ഈ മാറുന്ന രൂപം വരും കാലങ്ങളിൽ ഇനിയും വലിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരാനേക്കാം. ഓരോ പുതിയ വിവരവും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായി തെളിഞ്ഞേക്കാം. എന്നാൽ നിൽക്കൂ, കഥ ഇത്രമാത്രമല്ല. കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ സൂചനകൾ മേഘങ്ങളുടെ ഈ കൂറ്റൻ മതിൽ ഇനിയും ശക്തമായേക്കാമെന്ന് വ്യക്തമാക്കുന്നു. നിങ്ങൾ കേരളത്തിലോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രദേശത്തോ ആണ് താമസിക്കുന്നതെങ്കിൽ തുടർന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടെയും 7 മുതൽ 11 സെന്റിമീറ്റർ വരെ ശക്തമായ മഴയും 12 മുതൽ 20 സെന്റിമീറ്റർ വരെ അതിശക്തമായ മഴയും ഉണ്ടാകുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ മേഘങ്ങളുടെ സഞ്ചാരം തുടരുകയാണ്. പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴ തുടരാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ മണ്ണിന്റെ ഉറപ്പ് കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വിശ്വസിക്കുന്നു. മറുഭാഗത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലും മേഘങ്ങൾ നിരന്തരം സജീവമായി തുടരുന്നു. പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴ കാണാൻ സാധിക്കും. യെല്ലോ അലേർട്ട് എന്നാൽ അപകടം കുറവാണെന്നല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ ജനങ്ങൾ നിരന്തരം നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ ചാലക്കുടി പട്ടണത്തിൽ അടുത്തിടെ 8.2 സെന്റിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തി. ഇത് മൺസൂൺ പ്രവർത്തനങ്ങൾ എത്ര വേഗത്തിലാണ് ശക്തമാകുന്നതെന്ന് സൂചിപ്പിക്കുന്നു. ഈ കണക്ക് ഒരു ജില്ലയുടേത് മാത്രമല്ല, മറിച്ച് സംസ്ഥാനത്തുടനീളം വർദ്ധിക്കുന്ന മഴയുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമായാണ് കണക്കാക്കപ്പെടുന്നത്. മേഘങ്ങളിലെ ഈർപ്പവും അറബിക്കടലിൽ നിന്ന് നിരന്തരം ലഭിക്കുന്ന ഊർജ്ജവും കാരണം മഴയുടെ തുടർച്ച കൂടുതൽ ശക്തമായി തുടരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏതാനും മണിക്കൂർ മഴ പെയ്യുമ്പോൾ തന്നെ റോഡുകൾ വെള്ളത്തിനടിയിലാകുമെങ്കിൽ തുടർച്ചയായി ദിവസങ്ങളോളം പെയ്യുന്ന മഴ എന്തു ഫലമുണ്ടാക്കും? ഈ ചോദ്യമാണിപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ കറങ്ങുന്നത്. അതുകൊണ്ടുതന്നെ കാലാവസ്ഥാ വകുപ്പും നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. വരും 7 ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 7 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ആശ്വാസത്തിനുള്ള പ്രതീക്ഷ നിലവിൽ കുറവാണെന്നാണ്. പല ജില്ലകളിലും മേഘങ്ങളുടെ ആധിപത്യം തുടരാം. ഇടയ്ക്കിടയ്ക്കുള്ള ശക്തമായ മഴ തുടരാം. മഴ മാത്രമല്ല ആശങ്കജനകമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും പലയിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ ഉപരിതല കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റും കനത്ത മഴയും ചേർന്നുള്ള ഈ പ്രഭാവം മരങ്ങൾ വീഴുന്നതിനും വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതിനും ഗതാഗതത്തെ ബാധിക്കുന്നതിനും ഇടയാക്കും. അതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനാണ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. കാലാവസ്ഥയെക്കുറിച്ചുള്ള ഓരോ വലിയ അപ്ഡേറ്റും ആദ്യം ലഭിക്കാനും ഇത്തരം പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളിലേക്ക് കൃത്യസമയത്തെത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കാലാവസ്ഥയുടെ ഈ മാറുന്ന രൂപം വരും കാലങ്ങളിൽ ഇനിയും വലിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരാനേക്കാം. ഓരോ പുതിയ വിവരവും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായി തെളിഞ്ഞേക്കാം.
സംസ്ഥാനത്ത് മൺസൂൺ സജീവമായി തുടരുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം വടക്കുകിഴക്കൻ കർണാടകത്തിന്റെ ഉള്ളടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും രൂപപ്പെട്ട ചക്രവാത ചുഴലിയാണെന്നും കരുതപ്പെടുന്നു. ഈ സംവിധാനം അറബിക്കടലിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് കേരളത്തിനു മുകളിൽ നിരന്തരം മേഘങ്ങളെ എത്തിക്കുന്നു. ഇതിന്റെ ഫലമായി മഴയുടെ പ്രവർത്തനങ്ങൾ ദുർബലമാകുന്നതിന് പകരം കൂടുതൽ സംഘടിതമായി കാണപ്പെടുന്നു. ഇനി ഏറ്റവും വലിയ ചോദ്യം, ഈ മഴ ചില ജില്ലകളിൽ മാത്രമായി ഒതുങ്ങുമോ അതോ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ ബാധിക്കുമോ എന്നതാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത സൂചനകൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകും. ആ വിവരമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ വിശകലനത്തിൽ നിന്നുള്ള സൂചനകൾ കാണിക്കുന്നത് നിലവിൽ കേരളത്തിൽ ഈ മഴയുടെ ഈ ഘട്ടം പെട്ടെന്ന് അവസാനിക്കുമെന്ന് കാണുന്നില്ല. സംസ്ഥാനത്തിന്റെ ഭാഗങ്ങളിലും മേഘങ്ങളുടെ സജീവത നിരന്തരം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ അറബിക്കടലിൽ നിന്ന് വരുന്ന ഈർപ്പം മഴ സംവിധാനങ്ങൾക്ക് നിരന്തരം ഊർജ്ജം നൽകുന്നുണ്ട്. ഇതുകൊണ്ടാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയത്, അടുത്ത കുറച്ചു സമയത്തേക്ക് പല ജില്ലകളിലും ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരാൻ സാധ്യതയുണ്ടെന്ന്. പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ സ്ഥിതിഗതികൾ പ്രത്യേകമായി നിരീക്ഷിച്ചു വരുന്നു. കാരണം ഇവിടെ അതിതീവ്ര മഴയുടെ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ അഭിപ്രായത്തിൽ അതിതീവ്ര മഴ എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ 20.44 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുക എന്നതാണ്. ഇത് സാധാരണ ജനജീവിതം മോശമായി ബാധിക്കപ്പെടാവുന്ന ഒരു സാഹചര്യമാണ്. റോഡുകൾ വെള്ളത്തിനടിയിലാകാം, നദികളിലെയും തോടുകളിലെയും ജലനിരപ്പ് വേഗത്തിൽ ഉയരാം. കൂടാതെ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണി പല മടങ്ങ് വർദ്ധിക്കുന്നു. ഈ കാരണത്താൽ ഭരണകൂടവും ദുരന്തനിവാരണ സേനകളും തുടർച്ചയായി ജാഗ്രതയിലാണ്. കൂടാതെ സെൻസിറ്റീവ് മേഖലകളിൽ സ്പെഷ്യൽ നിരീക്ഷണം നടത്തിവരുന്നു. മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും സാഹചര്യങ്ങൾ സാധാരണമാണെന്ന് പറയാനാവില്ല. ഓറഞ്ച് അലേർട്ടുള്ള ഈ മേഖലകളിൽ 12 മുതൽ 11 സെന്റിമീറ്റർ വരെ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പ് ഇവിടെ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലഞ്ചെരിവുകളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ മണ്ണിനെ ദുർബലമാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പെട്ടെന്നുള്ള ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കാം. അപ്പുറം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും ശക്തമായ മഴയുടെ സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചു എന്നതിന്റെ അർത്ഥം അപകടം ഒഴിഞ്ഞുപോയി എന്നല്ല. ഈ മേഖലകളിലും 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ കാണാൻ സാധിച്ചേക്കാം. കാലാവസ്ഥയുടെ ഭാവം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാറാം. അതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴിവിടെ കാലാവസ്ഥാ വിദഗ്ധരുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യം പുറത്തുവരുന്നുണ്ട്. നിലവിൽ ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് മാത്രമുള്ള പ്രദേശങ്ങളിലും മേഘങ്ങളുടെ സജീവത പെട്ടെന്ന് വർദ്ധിക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണമായും മാറാം. ഇതുകൊണ്ടാണ് കാലാവസ്ഥാ വകുപ്പ് തുടർച്ചയായി അപ്ഡേറ്റുകൾ പുറപ്പെടുവിക്കുന്നതും ആളുകൾ കിംവദന്തികൾക്ക് പകരം ഔദ്യോഗിക വിവരങ്ങളിൽ വിശ്വസിക്കാൻ അഭ്യർത്ഥിക്കുന്നതും. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയുടെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കുറച്ചു സമയത്തേക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതേസമയം മറ്റു ജില്ലകളിലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റ് കാണാൻ സാധിച്ചേക്കാം. ശക്തമായ കാറ്റ് കാരണം മരങ്ങൾ വീഴുന്നതിനും ഹോർഡിംഗുകൾ തകരാനും വൈദ്യുതി സംവിധാനം തടസ്സപ്പെടുന്നതിനും ഭീഷണി നിലനിൽക്കും. ലക്ഷദ്വീപിലും കാലാവസ്ഥയുടെ ഇതേ മനോഭാവം കാണാൻ സാധിച്ചേക്കാം. അവിടെയും മഴയോ ഇടിമിന്നലോടുകൂടിയ മഴയോ തുടരാനാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. കടലിൽ ഉയർന്ന തിരമാലകളും ശക്തമായ കാറ്റും മത്സ്യത്തൊഴിലാളികൾക്ക് വെല്ലുവിളി ഉയർത്താം. അതിനാൽ സമുദ്ര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകുന്നു. സങ്കൽപ്പിക്കുക, ആകാശത്ത് നിറഞ്ഞ കനത്ത മേഘങ്ങൾ, തുടർച്ചയായി പെയ്യുന്ന മഴ, ശക്തമായ കാറ്റിന്റെ ഗർജനം, ഓരോ മണിക്കൂർ കഴിയുന്തോറും വർദ്ധിക്കുന്ന അസ്വസ്ഥത. കേരളത്തിലെ പല പ്രദേശങ്ങളിലും നിലവിൽ ഇത്തരമൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാലാവസ്ഥ അതിന്റെ പൂർണ്ണ ശക്തി കാണിക്കാനുള്ള ഭാവത്തിൽ കാണപ്പെടുന്നു. മൺസൂണിന്റെ പുരോഗതിയും വേഗത്തിൽ തുടരുന്നു. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിലും സിക്കിം മുഴുവനായും പശ്ചിമബംഗാളിന്റെ ഉപഹിമാലയൻ മേഖലകളുടെ ചില ഭാഗങ്ങളിലും മൺസൂൺ മുന്നേറ്റം രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം അറബിക്കടലിലെയും പരിസരത്തെയും കാലാവസ്ഥാ സംവിധാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി ഈർപ്പമെത്തിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് കേരളത്തിൽ മഴയുടെ പ്രവർത്തനങ്ങൾ ഇത്ര ശക്തമായി നിലനിൽക്കുന്നത്. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വരെ പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ നടപടി വെറും മുൻകരുതൽ എന്ന നിലയിലല്ല, മറിച്ച് കാലാവസ്ഥയുടെ ഗൗരവം കണക്കിലെടുത്താണ് സ്വീകരിച്ചത്. ആളുകൾ അനാവശ്യമായ അപകടസാധ്യതകൾ എടുക്കരുതെന്നും സുരക്ഷിത സ്ഥലങ്ങളിൽ